കോഴിക്കോട്ടെ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അവിടെ ഭക്തജനങ്ങളോട് അവഗണന തുടരുകയാണ് മലബാർ ദേവസ്വം ബോർഡ്. മണ്ഡല മകരവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിന് സൗകര്യം നിഷേധിക്കുകയാണ്. ഇതോടെ ആനപ്രേമി സംഘം ഭക്ഷണമൊരുക്കിയത് സ്വകാര്യ സ്ഥലത്താണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ എന്താണ് സംഭവിച്ചത്? അന്നദാനത്തിന് സൗകര്യം നിഷേധിച്ചു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. വീണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകനാർക്കാവുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡ് ചില നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. നമുക്കറിയാം, ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്നദാനം നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ്. അതും ഈ മണ്ഡലകാലം തുടങ്ങുന്ന ഈ സമയത്ത് വളരെയധികം, അതായത് ധാരാളം പേരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ലോകനാർക്കാവിലേക്ക് ക്ഷേത്ര ദർശനത്തിന് എത്തുന്നത്. അപ്പൊ ഈ ആനപ്രേമി സംഘം ഇത്തരത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കും മലബാർ ദേവസ്വം ബോർഡിനും ഇത്തരത്തിൽ താങ്കൾ അന്നദാനം നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന് സ്ഥലം അനുവദിച്ചു തരണമെന്നും ഒരു അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷയ്ക്ക് കൊടുത്ത മറുപടിയിലാണ് ക്ഷേത്രത്തിൽ തന്നെ ഇത്തരത്തിൽ അന്നദാനം നടത്തുന്നുണ്ട്, അതുമാത്രമേ ഇവിടെ പാടുള്ളൂ, മറ്റ് സംഘടനകളുടെയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനം വഴിയോ ഭക്തർക്ക് അന്നദാനം നടത്തുവാൻ പാടില്ല എന്നൊരു അറിയിപ്പ് ലഭിക്കുന്നത്. പക്ഷേ ഈ ആനപ്രേമി സംഘം അവിടെ എത്തുന്ന ആളുകൾക്ക് ഭക്ഷണ വിതരണം, അന്നദാനം നടത്തുകയുണ്ടായി. പക്ഷെ ആ ഭക്ഷണ വിതരണം നടത്തിയത് സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് എന്നതാണ് മറ്റൊരു കാര്യമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ലോകനാർക്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മൾ നൽകിയിരുന്നു. അതിൽ പ്രധാനമായും ഹരിത മിഷന്റെ ഒക്കെ തന്നെയും ബോർഡ് സ്ഥാപിച്ചതൊക്കെ വലിയൊരു വിവാദമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വില്ലോപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ചില പരിപാടികൾക്ക് ചെമ്പൈ സംഗീത ഉത്സവം നടക്കുന്ന വേദികളൊക്കെ, അതായത് അവിടുത്തെ ഓഡിറ്റോറിയങ്ങളൊക്കെ തന്നെയും ഈ പൊതുപരിപാടിക്ക്, അതായത് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്, അത്തരത്തിൽ CPMന്റെ പൊതുപരിപാടികൾക്ക് ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ഓഡിറ്റോറിയങ്ങളൊക്കെ തന്നെയും വിട്ടു നൽകുന്നത് വലിയൊരു തരത്തിലുള്ള വിവാദമായിരുന്നു. ഇതിനെതിരെ ഭക്തജനങ്ങൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വിശദമായി നമുക്ക് വരും മണിക്കൂറുകളിലും ഈ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്.